ഇങ്ങനെയാണോ കേരളത്തിലൊരു കായിക മന്ത്രി മറുപടി പറയേണ്ടത്? കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ വീട്ടിലെ എന്തെങ്കിലും കാര്യമല്ല മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട വ്യക്തത വരുത്തേണ്ടത് അതിന്റെ ഉത്തരവാദിത്തം കായിക മന്ത്രിയാണ്. ഇപ്പോൾ കേരളത്തിൽ മെസ്സി കളിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത അനുസരിച്ച് കേരളത്തിൽ മെസ്സി വരുന്നില്ല എന്നും അർജന്റീനൻ ടീം കളിക്കാൻ പോകുന്നില്ല എന്നുമുള്ളതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കായിക മന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് കായിക മന്ത്രിയുടെ മറുപടി ഇതിനൊന്നും തന്നോട് മറുപടി പറയേണ്ട കാര്യമില്ല എന്നും, മറുപടി പറയുകയാണെങ്കിൽ മറ്റേ ഭാഷയിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളതുമാണ്. ഇങ്ങനെയാണോ കേരളത്തിലൊരു കായിക മന്ത്രി മറുപടി പറയേണ്ടത്? കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ വീട്ടിലെ എന്തെങ്കിലും കാര്യമല്ല മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട വ്യക്തത വരുത്തേണ്ടത് അതിന്റെ ഉത്തരവാദിത്തം കായിക മന്ത്രിയാണ്. കേരളത്തിലെ ജനങ്ങളോ ഫുട്ബോൾ ആരാധകരോ കായിക ആരാധകരോ ഒന്നും മന്ത്രിയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ല മെസ്സി വരുന്നു അല്ലെങ്കിൽ മെസ്സിയെ കൊണ്ടുവരുന്നു എന്നൊരു അവകാശവാദം സർക്കാർ നടത്തിയത്. മാത്രമല്ല, സാധാരണക്കാരന്റെ നികുതി പണം ചെലവഴിച്ചിട്ടാണ് ഈ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി യൂറോപ്പിൽ കായിക മന്ത്രിയും സംഘവും ടൂറടിച്ചത്. അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പം മന്ത്രി സ്പെയിനിൽ പോകുന്നു, അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ച നടത്തി എന്ന അവകാശവാദം ഉന്നയിക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കേരളത്തിൽ വന്ന് ഒക്ടോബർ മാസം അവസാനം മെസ്സിയും അർജന്റീനൻ ടീമും കേരളത്തിൽ കളിക്കാൻ വരും എന്ന പ്രഖ്യാപനം നടത്തിയത്. പിന്നീട് ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഒരു സ്പോൺസറെ കണ്ടെത്തുന്നു. ആ സ്പോൺസറുടെ കാര്യങ്ങൾ കായിക മന്ത്രി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ കായിക മന്ത്രി മറുപടി പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. ഒരു സർക്കാർ ഇവന്റിന് എങ്ങനെയാണ് ഒരു സ്പോൺസർ തീരുമാനിച്ചത്? അതിന്റെ ക്രൈറ്റീരിയ എന്താണ്? ആ സ്പോൺസറുടെ യോഗ്യത എന്താണ്? റിപ്പോർട്ടർ ടിവിയുടെ ഉടമകളാണ്, റിപ്പോർട്ടർ ടിവിയാണ് ഈ ഇവന്റിന്റെ മുഴുവൻ സ്പോൺസറായി സർക്കാർ പ്രഖ്യാപിച്ചത്.